എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് മുകളിൽ വരത്തക്ക രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആണോ എടുക്കുന്നത് അത് കേക്കിൻ്റെ ട്രേയിൽ നിരത്തിയിട്ട് ഒരു കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കേക്കാണിത്. ഈ ഒരു കേക്കിന് പ്രത്യേകിച്ച് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒന്നുകൂടി ഒരു നല്ല ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാനിൽ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ 10 കഷ്ണങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ പെട്ടെന്ന് കിട്ടുന്നവരാണെങ്കിൽ അതെടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ നടുക്കത്തെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും കട്ട് ചെയ്യാവുന്നതാണ്. റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എന്ന് പറയുന്നത് കുറച്ച് പൈനാപ്പിൾ ജ്യൂസിലാണ് ഈ ഒരു ക്യാനിലുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളിതിൽ വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നിരത്തിയിടണം. അപ്പോഴത്തേക്ക് ഒരു സൈഡിലെ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ 2 സൈഡും നമ്മൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡ് ലോഫ് പോലത്തെ ഒരു ടിന്നിലാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൗണ്ട് ടിന്നിലാണെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഒരു 9 ഇഞ്ചിൻ്റെ പാൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. കാരമൽ സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരയും ബട്ടറും ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ളൊരു സോസ് പാനിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ പറയുന്ന അളവ് ഒരു 9 ഇഞ്ച് കേക്ക് ടീനിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പഞ്ചസാര നമുക്കിനി ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാത്രം ഒന്ന് അനക്കാതെ വെക്കുകയാണെങ്കിൽ ഇതൊന്ന് കാരമലൈസ് ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ കിടന്നിട്ട് അലിഞ്ഞു വരും. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ബ്രൗൺ ഷുഗർ എല്ലാവരുടെയും കയ്യിൽ എടുക്കാനായിട്ട് കാണില്ല. അപ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉരുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ച് കട്ടിയായതുപോലെ തോന്നും, സാരമില്ല. ഈ ബട്ടർ കൂടെ ചേർത്തിട്ട് നമ്മൾ ചൂടാക്കുമ്പോൾ അത് നന്നായിട്ട് ഉരുക്കി തന്നെ വരും. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കാരമലും അതായത് പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടെ തന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് ടിൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡ് ലോഫ് പോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക, കാരണം അത് തണുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായി പോവും. അപ്പോൾ ചൂടോടെ തന്നെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നല്ല ബ്രൗൺ നിറമാണ് ഈ ഒരു കേക്കിൻ്റെ കളറ്. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്ത ഒരു കേക്കാണ്. അപ്പോൾ ഇനി ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈനാപ്പിൾ കഷ്ണങ്ങൾ യൂസ് ചെയ്തിട്ട് നിരത്താം. ഞാനിതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ റൗണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ കുറച്ച് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അതായത് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കവർ ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml ആണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇത് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ നമ്മളിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസൻസ് ആണെങ്കിൽ അത് നമ്മൾ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊരു 113 ഗ്രാം ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണിത്. ഇതിനി നമ്മളൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഒരു നിർബന്ധമില്ലാതെ ബീറ്റർ വെച്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം
ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അൺറിഫൈൻഡ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരുപാട് വൈറ്റ് നിറമുള്ള ഷുഗർ അല്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട നമ്മൾ എടുക്കുമ്പോൾ ഇത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കാതെ ഓരോന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുക. അടുത്ത മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിന് ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ കേക്ക് ഒരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ കുറച്ച് ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ക്യാനിലെ കുറച്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയും പാലും കൂടി ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടി ഒരു 3-4 തവണകളായിട്ട് കുറേശ്ശെ ചേർത്ത് പാലും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സിങ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബീറ്റർ മാറ്റി വെക്കാം, അല്ലെങ്കിൽ കൈവച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് 120 ml ആണ്. അപ്പം മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടിയും പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 180 ഡിഗ്രിയിൽ ഓവൻ ഒരു 10-15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്പാറ്റില വെച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാറ്റർ കുറച്ച് ഫ്ലഫി ആയിട്ടാണുള്ളത്, കുറച്ച് ഒരുപാട് ലൂസല്ല. അപ്പോൾ എല്ലാം ഇതുപോലെ നിരത്തിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രേ എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ട്രേ ആണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് അത് കിട്ടുന്നത് ഈ അലുമിനിയം ട്രേയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും, അതുപോലെ തന്നെ കേക്ക് കുറച്ച് കരിഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ ട്രേ തന്നെയാണ്. പെട്ടെന്ന് ബേക്കായും കിട്ടും, അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ബേക്കാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഓവൻ ഇവിടെ നന്നായിട്ട് പ്രീഹീറ്റായി കിടക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു സെക്കൻഡ് ലാസ്റ്റ് റോയിലാണ് നമ്മൾ ഈ ഒരു റാക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കോയിലും ചൂടാക്കുന്ന ഓപ്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് വെന്തോന്ന്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി കൂടുതൽ ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്ക് ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനി കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. ഈ ഒരു കേക്ക് എൻ്റെ ടിന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റെക്റ്റാങ്കിളാണ്. അതുപോലെ തന്നെ ബാറ്റർ ഇതിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഒരു കേക്ക് ഇപ്പോൾ വിണ്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 9 ഇഞ്ചിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കേക്ക് പെർഫെക്റ്റായിട്ട് തന്നെ വിണ്ട് കയറാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ തണുക്കുന്നതിന് മുൻപ് തന്നെ ഇതൊന്ന് മാറ്റുകയാണ്. ഈ ഒരു കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയ ചൂടുള്ള കേക്കും അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമും കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ ഈ കേക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ താഴ്ഭാഗം നല്ല ഡാർക്കായിട്ടാണ് ഉള്ളത്. ഇത് കരിഞ്ഞതല്ല, ശരിക്കും ഇത് കാരമലൈസ്ഡ് ആണ്. ഇത് കഴിക്കുമ്പോൾ കരിഞ്ഞ ടേസ്റ്റേ അല്ല, മറിച്ച് നല്ലൊരു കാരമലൈസ്ഡ് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റിലുള്ള കേക്കാണ്. അപ്പോൾ ചെറിയ ചൂടോടെ ഇത് കഴിക്കുക. അപ്പോൾ നിങ്ങൾ തണുത്ത് പോവുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച ഒരു കേക്കാണ്. അപ്പോൾ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്